എന്തുവല്ലേ പറയണ്ടേ ഗൈസ്. ഈ ഒരു കഴിഞ്ഞ മാസം തൊട്ട് തുടങ്ങിയ കഷ്ടകാലമാണ്. എല്ലാ രീതിയിലും ഗൈസ്, എല്ലാ രീതിയിലും ഓരോ സാധനങ്ങൾ അടിച്ചു പോകുന്നു. അത് കഴിഞ്ഞപ്പോ ഓരോ ഈ കണ്ടകശനി എന്നൊക്കെ പറയുന്ന സാധനം, അയ്യോ അത് ഉച്ച ഇങ്ങനെ നിൽക്കുവാട്ടോ, ഇങ്ങനെ എനിക്കറിയത്തില്ലേ, ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല കേട്ടോ. ഇങ്ങനെ തൊടുന്നതെല്ലാം നഷ്ടങ്ങളും തൊടുന്നതെല്ലാം ഫ്ലോപ്പുവാ. വിഷമമുണ്ട്, വിഷമം വെച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അത്ര സങ്കടമുണ്ട്. എത്ര നാളായിട്ടൊരു നമ്മളൊരു യാത്രയൊക്കെ പ്ലാൻ ചെയ്ത് എല്ലാം റെഡിയായി, എല്ലാം ഓക്കെ ആയി, ഒരു ഇന്റർനാഷണൽ ട്രിപ്പൊക്കെ എല്ലാം സെറ്റായിട്ട് വയ്യാണ്ടായി, അത് അങ്ങനെ അങ്ങ് പോയി. അപ്പോഴത്തേക്ക് വയ്യാതായി. ഇതെല്ലാം ഇടയ്ക്ക് നമ്മളെ ചാനലിലെ വീഡിയോസ് മുടങ്ങുന്നതേ അല്ല. നിങ്ങൾക്ക് അറിയാം എങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട്, അതായത് ലോങ് വീഡിയോ മുടങ്ങാതെ ഇടുന്നതാണ്. പക്ഷെ വയ്യാണ്ടായി, അത് മുടങ്ങി. അല്ലാണ്ടുള്ള കാര്യങ്ങൾ ഒരു കാര്യവും അങ്ങോട്ട് കറക്റ്റായിട്ട് നടക്കുന്നില്ല കാര്യം, സത്യം പറയാല്ലേ. അങ്ങനെ ചില ഈ കണ്ടകശനി അങ്ങനെയൊക്കെ പറയുമല്ലോ, എനിക്ക് അതിലൊന്നും വലിയ വിശ്വാസമൊന്നുമില്ല. ഞാൻ അല്ലാതെ പറയുമോ, കാരണം നമ്മൾ എല്ലാം കൂടി ഒന്നിച്ച് കയറി വരുമെന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ. അയ്യോ, ഈ കഴിഞ്ഞ മാസം ഏതായിരുന്നു എനിക്ക് ഓർക്കാൻ കൂടെ താല്പര്യം. ജൂൺ, ഇതിപ്പോ ജൂലൈ. ഞാൻ ജൂൺ മൊത്തം ഫ്ലോപ്പായിരുന്നു. ജൂൺ മൊത്തം 2020 ഒന്നും നടന്നില്ല. ജൂൺ അങ്ങനെ അങ്ങ് പോയി. ജൂലൈ ഇപ്പൊ തുടങ്ങിയതേ ഉള്ളൂ. തുടങ്ങി 2 മാസം ഗൈസ്, അനുഭവിക്കാൻ ഇനി ഒന്നുമില്ല. എന്താ കാര്യം എന്ന് വെച്ചാ, ആദ്യം എന്റെ ആദ്യത്തെ ലാപ്ടോപ്പ് തൊട്ട് അടിച്ചു പോയ തുടങ്ങക്കമാണ്. അത് അടിച്ചു പോയി, പിന്നെ TV അല്ല, പിന്നെ റോബോട്ട് അടിച്ചു പോയി, പിന്നെ മൃദുലയുടെ ഫോൺ അടിച്ചു പോയി, TV അടിച്ചു പോയി, പിന്നെ ഇവിടെ ഇരിക്കുന്ന മിക്സി പോയി. അതൊക്കെ പോട്ടെ, അതൊക്കെ ശരി, പോട്ടെന്നല്ല, അതൊക്കെ ശരിയായി, ഇലക്ട്രോണിക് സാധനമായിരിക്കും. എന്നാലും ഇത് ഒരു മാസം കൊണ്ട് ഇതെല്ലാം അടിച്ചു പോകുമ്പോൾ നമുക്ക് എത്ര. എനിക്കാണെങ്കിൽ എൻ്റെ ഒരു വീട്ടിലെ ട്യൂബാണെങ്കിലും അത് അടിച്ചു പോയി കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമമാണ്. എനിക്കത് അപ്പം മാറിയില്ലെങ്കിൽ എനിക്കൊരു അത് കിട്ടത്തില്ല. കാരണം ഈ അടുക്കളയിലാണെങ്കിൽ എവിടുത്തെ ആണെങ്കിൽ ഒരു ലൈറ്റ് പോലും പോയാൽ എനിക്കത് ഭയങ്കര സങ്കടമാണ്. കാരണം അങ്ങനെ വീട്ടിലെ ഓരോ സാധനങ്ങൾ അടിച്ചു പോകുമ്പോൾ ഭയങ്കര സങ്കടമാണ്. അത് വീടും നമ്മൾ അത്ര സ്നേഹിക്കുന്ന ആൾക്കാർക്ക് അത് റിലേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. എനിക്കത് അപ്പം ചെയ്യണം, എന്താണെങ്കിലും അത് അപ്പം സോർട്ട് ചെയ്തിട്ടാണ് എനിക്ക് പിന്നെ അടുത്ത ദിവസം കടന്നു പോകും. എന്നാലും എനിക്കൊരു സമാധാനം കിട്ടും. അപ്പൊ അങ്ങനെയുള്ള ഒരാൾക്ക് അത് ഞാൻ എന്റെ ഗാഡ്ജറ്റിനെയൊക്കെ എന്റെ അമ്പൂട്ടനെ പോലെ ഞാൻ സ്നേഹിക്കുന്നത്. അപ്പൊ അത്ര കെയർ ആയിട്ട് ഞാൻ സ്നേഹിക്കുന്നത്. ഞാൻ ഒന്ന് തറയിടുവോ അല്ലെങ്കിൽ ഒന്ന് സ്ക്രാച്ച് ആക്കുവോ ഒന്നുമില്ല, അത്ര കെയർ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത് ഞാൻ. അപ്പൊ ഈ സാധനങ്ങളൊക്കെ അടിച്ചു പോയി. എന്റെ ലാപ്ടോപ്പ് ആദ്യത്തെ അടിച്ചു പോയത്, അത് ഏതാണ്ട് 3-4 വർഷം പഴക്കമുള്ളത്. അത് അടിച്ചു ഓക്കെ എന്ന് നോക്കിയാൽ, കാരണം അത്രയും കാലപ്പഴക്കം. മൗസ് പോയത്, അയ്യോ അടിച്ചു പോയില്ല, ഒരു മൗസ് അടിച്ചു, അത് റിപ്പയർ ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ അങ്ങനെയാണ് നമ്മളൊരു ഇതെടുക്കുന്നത്, ഐപാഡ്. സോ ഇതിനകത്ത് എഡിറ്റിംഗ് മൃദുലയും ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് എഡിറ്റിങ്ങിന് ഇത് മാത്രം പോരാ ആക്ച്വലി. ഇത് അത്ര ഇതും ഓക്കെ ആണ്, പക്ഷെ എന്നാലും എന്റെ ബ്ലോഗിന് ഇത് വലിയതായിട്ട് പറ്റത്തില്ല. പക്ഷെ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഇത് അവിടെ എഡിറ്റ് ചെയ്യാനും ബാക്കി കാര്യങ്ങൾക്കൊക്കെ നമ്മള് ഷോർട്സിനും ബാക്കി എല്ലാം നമ്മൾ ഇതിനകത്ത് എഡിറ്റ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ എന്റെ ലാപ്ടോപ്പ് മറ്റേ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഒരു സുപ്രഭാതത്തിൽ പോയി. കാരണം ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രോജക്റ്റ് പാതി വഴിയിലായി. കാരണം നമ്മൾ ഓരോ എഡിറ്റ് കൈയടയ്ക്കുന്നു അവനെ എടുത്തുകൊണ്ട്, ഓരോ എഡിറ്റ് ചെയ്യുമ്പോഴും നമ്മൾ ആ പ്രോജക്റ്റ് അത്ര ടൈം സ്പെൻഡ് ചെയ്തെടുക്കുന്നു. അപ്പൊ എനിക്ക് ആ പ്രോജക്റ്റ് എടുക്കണമായിരുന്നു. അപ്പൊ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് പോയി എനിക്കൊരു ലാപ്ടോപ്പ് വാങ്ങേണ്ടി വന്നു. അത് ഞാൻ വീഡിയോ ഒന്നും ഇട്ടില്ല. അപ്പൊ അത് നിപ്പി പോയി വാങ്ങിച്ചേ പറ്റും. കാരണം മറ്റേത് പോയി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് അടുത്ത നാളെ വീഡിയോ മുടങ്ങാൻ പറ്റത്തില്ല. ഇതിനിടയ്ക്ക് എന്നിട്ട് വീഡിയോ മുടങ്ങിയായിരുന്നു. ലാപ്പ് വാങ്ങിയിട്ട് M5 Pro ആണ് നമ്മൾ വാങ്ങിച്ചത്. M5 Pro എന്ന് പറയുമ്പം അതിന്റെ വില വന്നിട്ട് 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വരും. അതിന്റെ സ്പെസിഫിക്കേഷൻ അറിയുന്നവർക്ക് അറിയാം, ഭയങ്കര ടോപ്പ് ലൈഫ് ടൈമിന് വേണ്ടി വാങ്ങിയതാ. അതെ, അതായത് ഞാൻ ഇതിന്റെ ആപ്പിൾ കെയറും കൂടി എടുത്തു കേട്ടോ. എന്നിട്ടാണ് 3 ലക്ഷം രൂപയ്ക്ക് മുകളിലായത്. ഇപ്പം ആപ്പിൾ കെയർ എന്ന് പറയുമ്പോൾ എനിക്ക് 3 വർഷത്തേക്ക് ഇതിനൊന്നും പേടിക്കണ്ട. കാരണം കുഞ്ഞൊക്കെയുള്ളതാണ്. ചിലപ്പോൾ നമ്മൾ അശ്രദ്ധ മൂലം നമ്മൾ ചിലപ്പോൾ സോഫയിൽ വെച്ചിട്ട് പോയി കഴിഞ്ഞിട്ട് അവൻ തല്ലിട്ടിട്ട് പൊട്ടിച്ച ഫിസിക്കൽക്ക് വാറന്റി കിട്ടത്തില്ല. അതുകൊണ്ട് ഞാൻ ഫിസിക്കൽ വാറന്റി ഉൾപ്പെടെ നമ്മൾ കാറിന്റെ ഇൻഷുറൻസ് എടുക്കുന്നത് പോലെ ആപ്പിളിന്റെ പ്രോഡക്റ്റിന് 3 വർഷം, 2029 വരെ എനിക്ക് ഇതൊന്നും പേടിക്കാനില്ല. അങ്ങനെ ഇരിക്കും ഞാനിത് വാങ്ങിച്ചുകൊണ്ട് വന്നു. 1 മാസം ആയി വാങ്ങിച്ചിട്ട്, കറക്റ്റ് 1 മാസം ആവുന്നില്ലേ നമ്മൾ ഐപാഡ് വാങ്ങിയിട്ടാണ് വാങ്ങിയത്. അപ്പൊ 1 മാസം കൊണ്ട് ഞാൻ അത്യാവശ്യം വീഡിയോസ് ഒക്കെ ഇതിനകത്ത് തന്നെ എഡിറ്റ് ചെയ്യുന്നത്, എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് ചെയ്യുന്നത്, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുക. ഇന്നലെ ഉച്ചയ്ക്ക് എടുത്തപ്പോഴും ഒരു കുഴപ്പമില്ലായിരുന്നു. ഇന്ന് രാവിലത്തെ ഇതിന്റെ അവസ്ഥ ഞാൻ കാണിച്ചു തരട്ടെ. ഡെഡാണോ? ഡെഡായോ? ഡെഡായി. ഇത്ര നേരം ഡെഡ് അല്ലായിരുന്നു. 2 വര കാണിക്കുമായിരുന്നു.
ഇതാണ് അവസ്ഥ. വിഷമം വരുന്നു ഗൈസ്, സത്യമായിട്ട് വിഷമം വരുന്നു. രാത്രി എനിക്ക് രാത്രി കിടന്നിട്ട് ഉറക്കം വന്നില്ല. കാരണം ഒരു മാസമായ ഒരു സാധനം, പുതിയ സാധനം, അത് ഇത്രയും വില കൊടുത്ത് വാങ്ങിച്ചൊരു സാധനം അടിച്ചു പോകുന്ന പറഞ്ഞു എന്ത് സങ്കടം വരും അറിയോ. നമ്മള് ഇല്ലാത്ത പൈസ റോൾ ചെയ്തിട്ട് ഞാൻ ഈ ഒരു സാധനം നമ്മളെ ജോലിയാണല്ലോ, അപ്പൊ നമ്മൾ അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തില്ലെങ്കിൽ പിന്നെ എന്തിനാ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ച് ഇത് വാങ്ങിച്ച എനിക്ക് ഒരു 5-6 കൊല്ലത്തേക്ക് പിന്നെ എനിക്ക് ഒന്നും നോക്കണ്ട. കാരണം 5-6 കൊല്ലം ഞാനിത് യൂസ് ചെയ്യും. ഞാൻ അങ്ങനെ ഒരു സാധനം വാങ്ങിച്ചാൽ അതിന്റെ എൻഡ് ലെവൽ യൂസ് ചെയ്തിട്ട് ഞാനത് ഇതാണുള്ളൂ. എന്റെ മറ്റേ ലാപ്ടോപ്പ് ആണെങ്കിൽ ഞാൻ കളയത്തില്ല, അത് ഞാൻ റിപ്പയർ ചെയ്യാൻ കൊടുത്തേക്കുക. റിപ്പയർ ചെയ്യാൻ കൊടുത്ത് എനിക്ക് കിട്ടും അത്. അപ്പം ഇനിയിപ്പോൾ അത് കിട്ടിയേ പറ്റും. ഇനി ഇതിന് ആപ്പിളിന്റെ ഞാൻ ഇന്നലെ തന്നെ അവർക്ക് വീഡിയോ ഒക്കെ അയച്ചു കൊടുത്തു. നിങ്ങൾ ആലോചിക്കുക, ആപ്പിളിന്റെ പ്രോഡക്റ്റിന് ഒരു മാസം കൊണ്ട് ഇങ്ങനെ സംഭവിക്കുമോ? ഒന്ന് തറയെ വീണിട്ടില്ല, ഒന്ന് സ്ക്രാച്ച് ആയിട്ടില്ല. ഇത് എഡിറ്റ് ഇവിടെ തന്നെ വെക്കും, എങ്ങും കൊണ്ടുപോയിട്ടില്ല. എത്തൂല. ഇതിന്റെ അവസ്ഥ ഇപ്പൊ ഇതാണ് കേട്ടോ. പിന്നെ എന്ത് പറ്റിയതാണെന്നറിയാൻ വയ്യ. ചുമ്മാ ഞാൻ ഉപയോഗിച്ചോണ്ടിരുന്നപ്പോ ഇങ്ങനെ 2 ഗ്ലിച്ച് കണക്ക് കാണിച്ചു. ഞാൻ വിചാരിച്ചു എന്ത് പറ്റി. അപ്പൊ ഞാൻ വിചാരിച്ചു വല്ല സോഫ്റ്റ്വെയർ പരമായിട്ടുള്ള പ്രശ്നമായിരിക്കും. ഇച്ച് കഴിഞ്ഞപ്പോ ഫുള്ള് ലൈൻ വീണ്. എന്നാൽ ഞാൻ സോഫ്റ്റ്വെയർ പോലും അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. ഇതിന് ആപ്പിൾ ഓൺ ചെയ്തപ്പോൾ ഇതിനൊരു സോഫ്റ്റ്വെയർ വന്നായിരുന്നു. ആ സോഫ്റ്റ്വെയർ ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. ഇനി എന്താണ് ഇതിന് സ്ക്രീൻ ഡിസ്പ്ലേ പോയതാണോ, ഡിസ്പ്ലേ ഒക്കെ എങ്ങനെ പോകുന്ന ആപ്പിളിന്റെ സാധനം അത്രയും ടോപ്പ് ആയിട്ടുള്ള സാധനം, അതിന്റെയൊക്കെ ഒരു മാസം കൊണ്ടൊക്കെ അടിച്ചു പോകാന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു മാസം ഗൈസ്, ഒരു മാസം ആയില്ലെന്ന് തോന്നുന്നു. ഈ ബില്ല് ചെയ്ത ഡേറ്റ് ഓർമ്മയില്ല, ഒരു മാസം ആയില്ല. അതായത് ഈ സാധനം നമ്മള് ബ്ലോഗ് ഇട്ടല്ലോ, അത് കഴിഞ്ഞ് എത്രയോ ദിവസം കഴിഞ്ഞ് എടുത്തു. എന്തായാലും ഗൈസ് നമ്മൾ രാവിലെ ഇറങ്ങുവാണ് നേരെ ട്രിവാൻഡ്രത്ത്. പിന്നെ ഇത് നമ്മൾ വാങ്ങിച്ചത് ലുലുവിലുള്ള നമ്മുടെ ഇമാജിനാണ്. അപ്പൊ അവിടെ അതിന്റെ സെയില് മാത്രമേ ഉള്ളൂ, സർവീസ് ഇല്ല. സോ നമ്മൾ ട്രിവാൻഡ്രത്ത് ഇതിന്റെ സർവീസ് സെന്റർ അങ്ങ് സിറ്റിയില്ല. ഇനി അവിടെ പോണം, കാണിക്കണം, നമ്മളെ ജോലി മുടങ്ങും. ഇന്ന് നമ്മളൊരു വ്ലോഗ് എടുക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തോണ്ടിരുന്നത്. സത്യം ഇങ്ങനെയൊക്കെ ആയിരിക്കും. നമ്മളൊരു എപ്പോഴും നമുക്ക് നല്ല ഹാപ്പി ആയിട്ടൊന്നും ഇരിക്കത്തില്ല. നമ്മള് മോശ സമയത്തൂടെ കടന്നു പോകണം. അപ്പൊ ഇങ്ങനെ ഒരു ഭയങ്കര മോശ സമയം കേട്ടോ. തൊട്ടതെല്ലാം നഷ്ടങ്ങളും, തൊട്ടതെല്ലാം എന്താ പറയുന്നത്, ഇതുവരെ ഓക്കെ ആയിട്ടില്ല. മൂക്കൊലിപ്പ് തന്നെ മൂക്കൊലിപ്പ്. അപ്പൊ നമ്മൾ എത്ര നാളായിട്ട് ട്രാവലിംഗ് ഒക്കെ പ്ലാൻ ചെയ്യും. നമ്മള് മലേഷ്യ പോയിട്ട് എങ്ങും പോയില്ല. ഇതിനുണ്ടെങ്കിൽ ഒരുപാട് പ്ലാനിങ് ഒന്നും അങ്ങോട്ട് നടക്കുന്നില്ല ഗൈസ്. ഒന്നും അങ്ങോട്ട് ശരിയാവും, നല്ല ശരിയാവും. അപ്പം നമുക്ക് ഇനി പോവാം. എന്ത് പറയാനാ ഗൈസ്, പോവാം. കുപ്പി എടുത്തു ഗൈസ്. നമുക്ക് 21 കിലോമീറ്റർ ആണ് കേട്ടോ. നമുക്ക് ഇവിടെ നിന്ന് സിറ്റിയിൽ അങ്ങ് പോകാൻ കേട്ടോ, ദൂരം ഉണ്ട് കേട്ടോ. പോടെ അപ്പുറത്ത് പോടെ. ഇതിവിടെ കേരളത്തിലല്ലേ, വലിയ ബോട്ടില്. സൺസ്ക്രീൻ നീ കൈയിട്ടുണ്ടോന്നോ? സഞ്ചരിക്കുന്ന ഫ്രൂട്ട്സ് കടയല്ലേ? രാവിലെ ഓട്സ് അല്ലേ തിന്നേ? കറണ്ട് വെച്ചിരിക്കുന്നുണ്ടോ? അമ്പൂട്ടനാ കറണ്ട് ചെയ്തോ. ഇങ്ങോട്ട് നോക്കടാ. അമ്പൂനെ വണ്ടിക്കകത്തിരുന്ന് ഇങ്ങനെ യാത്രയൊക്കെ ചെയ്ത് ഫുഡ് കഴിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടം. വീട്ടിൽ ഇരുന്ന ഈ ആപ്പിൾ സാധനം തൊടത്തില്ല. യാത്രയൊക്കെ ചെയ്ത് ഇങ്ങനെ കഴിക്കാൻ ഇഷ്ടം. പണ്ടത്തെ പോലെ അളുമ്പൊന്നുമില്ല. ഈ ഫ്രണ്ടിലിരുന്ന് ഈ ഡിസ്പ്ലേക്കകത്ത് പിടിത്തോ ടച്ച് അങ്ങനൊന്നുമില്ല. മാറി ഒരുപാട് ക്യാരക്ടർ മാറി, പുതുതായിട്ട് കുറെ കുരുത്തക്കേടുകളും വരുന്നുണ്ട്. ഇപ്പൊ ആക്ടിങ് കൂടുതലാ. ഇപ്പൊ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. ഒന്നും പറഞ്ഞ അപ്പോഴേ വീട്ടിൽ തുടങ്ങും. തൊട്ടാവാടി ഗൈസ് നമ്മൾ എത്തി കേട്ടോ. 200 മീറ്റർ മൃദുലേ മാപ്പിൽ കാണിച്ചു. ഇത് എന്നെ പഠിക്കുന്ന സ്ഥലം ഇവിടുന്ന് അങ്ങോട്ട് പോകാനാ പറയുന്നത്. നമ്മള് ലാപ്പ് എടുത്തു, അവര് രണ്ടുപേരും കാറിൽ ഇരിക്കട്ടെ. ഇതാണ് കേട്ടോ നമ്മുടെ സർവീസ് സെന്റർ. ജസ്റ്റ് നമ്മളെ പാളയത്ത് മെയിൻ റോഡിൽ നിന്ന് കട്ട് ചെയ്ത് കയറണം. എന്തായാലും കൊണ്ട് കൊടുക്കാൻ കഴിച്ചു. F1 സർവീസ് ഓതറൈസ്ഡ് സർവീസ് സെന്റർ ആപ്പിൾ. നമ്മള് സർവീസിന് കൊടുത്തിട്ടുണ്ട്. ഇതാണ് കേട്ടോ ബിൽഡിങ്. ഇവിടെ F1 സർവീസ് എന്നാണ്, ഫ്ലിപ്കാർട്ടിന്റെ കീഴിലുള്ള സംഭവമാണ്. പക്ഷേ ഓതറൈസ്ഡ് നമ്മുടെ ആപ്പിളിന്റെ സർവീസ് സെന്റർ തന്നെയാണ്. ഈ ഒരു ബിൽഡിംഗ് തന്നെ കേട്ടോ. അസ്യൂസ്, എയ്സർ, റിയൽമി എല്ലാം, MSI എല്ലാം ഈ ഒരൊറ്റ ബ്രാൻഡ്, ഒരു ബിൽഡിംഗ് എടുത്ത് എല്ലാ ബ്രാൻഡും ഇരിക്കും കേട്ടോ. എനിവേ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഗൈസ്. അവർ പറഞ്ഞ് നോക്കിയിട്ട് അതിൻ്റെ ഡിസ്പ്ലേ പോയെന്നാണ് പറഞ്ഞത്. എനിക്കറിയാൻ വയ്യ ഗൈസ്, ഡിസ്പ്ലേ എങ്ങനെയാണ് പോകുന്നത്. ഒരു മാസം പോലും ഉപയോഗിക്കാത്തൊരു സാധനം. ഞാൻ ആദ്യം വിചാരിച്ചു, എൻ്റെ ഒരു ആശ്വാസം സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ആയിരിക്കും. അതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്ന് തന്നെ കിട്ടിയാനെ.
പക്ഷെ അത് ചെക്ക് ചെയ്തിട്ട് പറഞ്ഞത് ഡിസ്പ്ലേ പോകാനുള്ള ചാൻസാണ് 90%. എന്തായാലും 7 days ആണ് ഗൈസ് പറഞ്ഞത്. 7 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്നെന്തായാലും ഇന്ന് വിളിച്ചിട്ട് ഇവിടെ കണ്ടോണ്ടിരിക്കാം മനുഷ്യനിവിടെ കാർട്ടൂണാ എന്റർടൈൻമെന്റ്. മനുഷ്യ ഇവിടെ വിഷമിച്ചിരിക്കുമ്പോഴാണ്. ഡിഫക്റ്റീവ് പ്രോഡക്റ്റ് ആണ് എനിക്ക് കിട്ടിയത്. ഡിഫക്റ്റീവ് പ്രോഡക്റ്റാ, അത് ഉറപ്പാ. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരിക്കലും ഡിസ്പ്ലേ പോകത്തില്ല. ഞാൻ എന്റെ ആ ടേബിളിന്റെ മുകളിൽ നിന്ന് എടുക്കത്തില്ല. ബില്ലൊക്കെ ഒരു സാധനമൊക്കെ തന്നിട്ടുണ്ട്. സോ ആപ്പിൾ ഐ ഡി ലോഗൗട്ട് ചെയ്ത് എന്റെ ഈ ഫോണിൽ നിന്ന് തന്നെ ലോഗൗട്ട് ചെയ്യിപ്പിച്ച് ചിലപ്പം നമ്മളെ ഡേറ്റ ഞാൻ ചിലപ്പോ ഡേറ്റ ലോസ് ആവും. പിന്നെ ഞാനത് ഒരുപാട് ഡേറ്റാസ് ഒന്നും ഇട്ടിട്ടില്ല. എല്ലാ ആപ്ലിക്കേഷൻ എല്ലാം കൂടി ഒന്നുകൂടി ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും. പിന്നെ എന്റെ ഫൈനൽ കട്ട് പ്രോയിൽ ഞാൻ കുറെ മ്യൂസിക്കും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് എന്റെ ഒരു സൗകര്യത്തിന് ഇട്ടിരുന്നേ. അതെല്ലാം ഇനി ഒന്നേന്ന് ചെയ്യേണ്ടി വരും. കുളം വരുന്ന അച്ഛന് കുളം വരുന്നു. എന്ത് പറയാനാന്ന് പറയണേ. ഇനി ഇന്ന് പാർട്സ് ഇവിടെ ഇല്ല. ഇനി പാർട്സ് വരണം. ഇത് ശരിയാക്കി തരാമോ? അവര് പറയണ ഞാനത് സംസാരിച്ച് അത് അവര് ഇന്ന് വിളിക്കാന്നാ പറഞ്ഞ്. അതിന് നമുക്ക് പുതിയത് മതി. 7 മണിക്കുള്ളില് കുഴപ്പമില്ലാതെ ഇപ്പൊ ഇതിന്റെ ഡിസ്പ്ലേ പോയെങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പോ അതിന്റെ വേറെ എന്തെങ്കിലും പോകും. ഒരു വിഷമം ലാപ്പ് കൊടുത്തിട്ട് വന്ന പിന്നെ ഒരു ഉന്മേഷമില്ല. ഞാൻ വിചാരിച്ച എന്തെങ്കിലും ആയിട്ട് കിട്ടുമെന്ന്. അവനെ എടുക്കാനാ കൈ തിരിച്ചു വെച്ച് എടുപ്പിക്കുന്നേട്ടാ. ഇനി പറ. ഉത്തരവാദിത്തോടാ എനക്ക് ഉത്തരവാദിത്തോടാ അമ്പുക്കുട്ടി. അച്ഛന്റെ ലാപ്പ് ഇങ്ങനെ പൊകഞ്ഞു പോയി ഇല്ലേ അമ്പുക്കുട്ടി? കൈക്ക് ആക്ഷൻ ഭയങ്കര ആക്ഷൻ കൂടുതലും. അപ്പൊ പറയാനാ പെട്ടെന്നല്ലേ ഇരുന്നിരിപ്പിൽ ഒട്ടും പ്രതീക്ഷിക്കാതെ പുതിയൊരു സാധനം ഇങ്ങനെയൊക്കെ ആവുമെന്ന് പറഞ്ഞാൽ ആദ്യമായിട്ടോ ഞാൻ ആപ്പിളിന് എന്തോരം സാധനം ഉപയോഗിച്ചിരിക്കുന്നുണ്ട്. എയർപോഡ്, ഐപാഡ്, ഫോണ് എല്ലാം സാധനം ഉപയോഗിക്കുന്നതാണ്. ആ മാക്ക് തന്നെ ഇത്രയും നാൾക്ക് ഉപയോഗിച്ചിട്ട് ആദ്യമായിട്ടാ ഒരു പുതിയ സാധനം അവരുടെ അടിച്ചു പോകുന്നത്. ഡിഫക്റ്റീവ് പീസും ഉണ്ട് കേട്ടോ. നമുക്ക് കിട്ടിയതപ്പം 1000-ല് ഒരു 2 ഡിവൈസ് ഡിഫക്റ്റീവ് ആയിരിക്കും. അതിൽ നമ്മുടെ ഭാഗ്യം 2 നമുക്ക് കിട്ടി. നമുക്കൊരു ലോട്ടറി എടുത്താലോ? അടിക്കും ഇനി എന്താ എല്ലാ പണികളും വന്നോണ്ട് നമുക്ക് ഫുഡ് കഴിക്കും. ഇന്ന് രാവിലെ ഞാൻ ഒന്നും എനിക്ക് എന്തെങ്കിലും ഇങ്ങനെ വിഷമം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനത്തെ എന്തെങ്കിലും വന്നാൽ എനിക്ക് ഫുഡ് ഇറങ്ങത്തില്ല. എന്തായാലും എന്തെങ്കിലും കഴിക്കണമല്ലോ. ഞാൻ കുത്തി ഇറക്കിയില്ലെങ്കിൽ എന്ത് ചെയ്യാൻ? ഇനിയിപ്പോ എന്തായാലും 7 ദിവസം മാക്സിമം പറഞ്ഞ കേട്ടോ. അതിനുള്ളിൽ കിട്ടും. മിക്കവാറും ഇന്നറിയാം എന്തുവാന്ന്. മിക്കവാറും 2 ദിവസം കിട്ടുമായിരിക്കും. അതുവരെ നമുക്ക് എന്തെങ്കിലുമൊക്കെ. നീ ഇങ്ങനെ തളരാതെ. നീ തളർന്നാൽ ഞങ്ങൾ രണ്ടുപേരും കൂടെ തളർന്നു. ഞാൻ തളരത്തില്ല. ഇതിന്റെ അപ്പുറം നമ്മൾ അനുഭവിച്ചിട്ട് വന്നവരാ. അതുകൊണ്ട് ഇതൊന്നും നമുക്കൊന്നുമല്ല. ഇതൊക്കെ ശരിയാക്കാൻ പറ്റും. ഇതൊക്കെ ഫിക്സ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതൊക്കെ ഇലക്ട്രോണിക് സാധനമാണല്ലോ. അത് അവരും പറഞ്ഞു ഇലക്ട്രോണിക് സാധനമാണല്ലോ സാർ. ഞാൻ പറഞ്ഞു ഇങ്ങനെ പുതിയ സാധനം ഇത്ര രൂപ എടുത്തിട്ട് ഇതിങ്ങനെ പോയ ഇലക്ട്രോണിക് സാധനം അല്ലേ സാർ? നമുക്കൊന്നും വാറന്റി കഴിഞ്ഞാൽ ഇങ്ങനെ പോയെങ്കിൽ തീർന്നു തേഞ്ഞ്. അതുകൊണ്ട് നിങ്ങൾ മസ്റ്റ് ആയിട്ട് ആപ്പിളിന്റെ ഡിവൈസ് എടുക്കുന്നവര് അതൊരു ഫോണായാലും അതിന് എന്തൊരു സാധനമാണെങ്കിലും ആപ്പിൾ കെയർ മസ്റ്റ് ആയിട്ട് എടുത്തിരിക്കുക. ഇല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, കയ്യിൽ നിന്ന് പോകും, കാശ് പോകുന്നതിന് ഒരു കൈയും കാണത്തില്ല. ഇവന്മാരെ സാധനങ്ങൾക്ക് ഭയങ്കര പൈസയാണ്. ഇതിന്റെ ഡിസ്പ്ലേക്കൊക്കെ മാറണമെങ്കിൽ 90,000 രൂപ അവിടെ എഴുതി വെച്ചു. 90,000 രൂപ ആ ലാപ്പിന്റെ പകുതി പൈസയാവും. അതുകൊണ്ട് നിങ്ങൾ മസ്റ്റ് ആയിട്ട് ആപ്പിൾ കെയർ എടുക്കണം കേട്ടോ. അതിനകത്ത് അത്രയും നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് കൊണ്ട് അതിന് എക്സ്ട്രാ അഡീഷണൽ ഒരു 10,000 രൂപ 15 രൂപ ആവുന്നതിൽ ലാഭം നോക്കരുത് ഗൈസ്. എടാ നീ ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് കളിപ്പാട്ടത്തിൽ കയറിയോ? ഇതിലൊക്കെ കളിക്കാറായി കേട്ടോ. പണ്ട് എവിടെയെങ്കിലൊക്കെ പോകുമ്പോ ഇനി കളിക്കുന്നൊന്നുമില്ല, മാറിയൊക്കെ ഉള്ളായിരുന്നു. ഇപ്പൊ തന്നെ കളിക്കാറായി. മുഖം ഗ്ലോ ചെയ്യുന്നല്ലോ, വെയിലടിച്ചിട്ടാട്ടോ. എനിക്ക് വിശക്കുന്നു. നിങ്ങളിത് നിരങ്ങ കേട്ടോ. ഞാൻ കൈ ഇട്ട് വരട്ട്. ഗൈസ് എക്സ്പ്ലോർ ചെയ്യോ കേട്ടോ. അതിൽ നിന്ന് കളിച്ച് മടുത്ത് അടുത്ത ഐറ്റത്തിൽ കയറുവോ. അതിൽ പല്ല് പോകും മക്കളെ. ഇപ്പോഴാട്ടോ ശരിക്കും ഈ സാധനങ്ങളൊക്കെ കളിക്കാറായേ. പണ്ട് നമ്മൾ ഹോട്ടലിലൊക്കെ പോകുമ്പോഴും അല്ലെങ്കിൽ എയർപോർട്ടിലൊക്കെ പോയപ്പോഴും കളിക്കാറൊന്നും കൂടെ ആയിട്ടില്ലായിരുന്നു. ഇപ്പം എല്ലാ സാധനവും നമുക്ക് എക്സ്പ്ലോർ ചെയ്യാറായി. അല്ലേ അമ്മക്കുട്ടി? ഇഷ്ടപ്പെട്ടോ?
അയ്യോ 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 ഇതിന് നിരക്കാനാട്ടോ നിരക്കാനാട്ടോ. ഇനി താനേ ചെയ്താൽ മതി, എനിക്ക് വയ്യ. ഇനി ഇങ്ങോട്ട് ഒറ്റയ്ക്ക് കളിക്കുക, അച്ഛന് വയ്യ. ഗൈസ് ചോറിട്ടത് ഇച്ചി കൂടിപ്പോയി ഇല്ലേ? ഞാനും എവിടോ നോക്കിയിരുന്നു കേട്ടോ ചേച്ചി ചോറിട്ടപ്പോ. എന്തോ ഒഴിക്കണം? കേരള ഫിഷ് കറി, ഇല്ല കേരള ഫിഷ് മീലാട്ടോ അവള് പറഞ്ഞു. മീൻകറി 2 ഉണ്ട്, എന്റെ മീൻകറിയാണ്. ആഹാ, ഓ കളർ നോക്കിയേ. പാരഗണിനെക്കാട്ട് നല്ല മീൻകറി, അടിപൊളി മീൻകറി. അവിയൽ, അടിപൊളി. അത് കറികൾ കൊണ്ട് നിരന്ന് കേട്ടോ. നമ്മളെ നല്ല കൂന്തൽ, വയനാടൻ കൂന്തലോ അങ്ങനെ എന്തോ ഒരു ഐറ്റം പറഞ്ഞ കേട്ടോ. അങ്ങനെ കൊള്ളാമോ? നല്ല കുരുമുളകും തേങ്ങ കൊത്തൊക്കെ ഇട്ട ഒരു ഐറ്റം കേട്ടോ. പൊളി സാധനം കഴിച്ചു, രക്ഷയില്ലാട്ടോ അത്. എത്ര രൂപയായി? 700. അതിൽ കൂടുതലായോ? ഫിഷ് കറി വയനാടൻ ആ കൂന്തല് 400 തീർക്കുമായിരുന്നു. എന്തോ ഒരു എരിയായിരുന്നു, അത് വേണ്ടായിരുന്നു. ചില കാര്യങ്ങൾ നമുക്ക് അബദ്ധം പറ്റും. ഏട്ടനാ, എനിക്കല്ല. നീ ഫിഷ് കറി മീല് മാത്രം മതിയെന്നുള്ളായിരുന്നു. കുറെ നാളായി നല്ലൊരു മീൽസ് കഴിച്ചിട്ട് ഇവ എന്നെ കടിച്ചു ഗൈസ്. ഞാൻ സ്റ്റോറി ഇട്ടിട്ടുണ്ട്, ഇൻസ്റ്റയിൽ കയറി നോക്കണേ. പോയി ഇവിടെ എവിടെ ആയിരുന്നു കടിച്ച്, അവന്റെ 2 പല്ല്, കൂന്തറ പല്ല് കാണായിരുന്നു ഗൈസ്. അപ്പൊ നമ്മള് വീട്ടിൽ വന്നു. അമ്പൂട്ടൻ നല്ല ഉറക്കമാണ് കേട്ടോ. ഇന്ന് രാവിലെ അങ്ങനെ അവര് കസ്റ്റമർക്ക് ഇന്ന് വിളിക്കാന്ന് തന്നെ പറഞ്ഞ ആപ്പിളിന്റെ ടീം. പക്ഷെ എന്നെ ഇതുവരെ വിളിച്ചില്ല. ഞാൻ എന്നിട്ട് അങ്ങോട്ട് വിളിച്ച് അവരൊരു കൂപ്പണൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. പലർക്കും ഉള്ളൊരു തെറ്റിദ്ധാരണ, എനിക്കും ഉള്ളൊരു തെറ്റിദ്ധാരണയായിരുന്നു. ഞാൻ വിചാരിച്ചു പുതിയ സാധനം അവർ തരുമെന്നായിരുന്നു. അവരെ പോളിസിയൊക്കെ അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറയുകയാണ് ഗൈസ്. എല്ലാവർക്കും നമ്മൾ സാധനങ്ങൾ വാങ്ങുമ്പോൾ ഉള്ള ഉത്സാഹമേ ഉള്ളൂ. എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിക്കണേ, ഒരു മാസമായിട്ടുള്ളൊരു സാധനമാണ്. ഇത്രയും 1 മാസം ആയില്ലെന്ന് തോന്നുന്നു. 3 ലക്ഷം രൂപ വിലയുള്ള ഒരു സാധനമാണ്. പിന്നെ അവർ പറയണ കാര്യം എന്ന് പറയണത് ലൈക്ക് അവർ റിപ്പയർ ചെയ്യുന്നില്ല. റിപ്പയർ ചെയ്യാണ്ട് തന്നെ ആ ഒരു ലിഡ്, നമ്മൾ ലാപ്പ് ഓപ്പൺ ആക്കുന്ന ഒരു ഡിസ്പ്ലേ ആണ് പോയത്. ഇപ്പോൾ ഡിസ്പ്ലേ പോയെന്നാണ് അവർ പറയണത്. പക്ഷേ അവരുടെ ഡയഗ്നോസിസ്റ്റ് എന്തോ സംഭവം അവർ കുത്തിക്കൊണ്ടിരിക്കുകയാണ്, കംപ്ലൈൻറ്റ് അറിയുന്നത്. അത് ഇതുവരെയായിട്ടും പിന്നെ 100% ആയില്ല. അത് നാളെ ആകുമ്പോഴേ ആവത്തുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്നാലും അവർ പറയുന്ന ഡിസ്പ്ലേ പോയെന്നാണ് പറയണത്. അപ്പം ആ ഒരു ലിഡ് ടോട്ടലി അവർ റീപ്ലേസ് ചെയ്ത് അവിടെ പുതിയ സാധനം പ്ലഗ് ഇൻ ചെയ്ത് തരും. അപ്പം എൻ്റെ ഓഫ് അത് പുതിയത്, സ്ക്രീൻ പുതിയത് തന്നെയാണ്. അവർ റിപ്പയർ ഒന്നും ചെയ്യുന്നില്ല. ആ റിപ്പയറിങ് ഇല്ലല്ലോ, അല്ലെങ്കിൽ നമ്മളത് പാർട്സ് ഏതാണോ ഡാമേജ് അത് മാറ്റി തരിക എന്നുള്ളതാണ്. പക്ഷെ എന്നാൽ പോലും നമ്മളെ സംബന്ധിച്ച് അതൊരു നമ്മുടെ പുതിയ സാധനത്തിൻ്റെ പെട്ടെന്നൊരു കംപ്ലൈൻ്റ് ആയി മാറുമ്പോൾ ഉള്ളൊരു സംഭവം. ഇപ്പോൾ നമ്മളെ കാറിന് എക്സാമ്പിൾ, നമ്മളൊരു പുതിയ കാറ് വാങ്ങുമെന്ന് വെക്കുക, ഒരു EV കാറ്. അതിൻ്റെ ബാറ്ററി അടിച്ചു പോയി. ഒരിക്കലും നമ്മൾ കമ്പനി പുതിയ ബാറ്ററി അവർ തരത്തില്ല, പുതിയ വണ്ടി തരത്തില്ല. ആ ബാറ്ററി റീപ്ലേസ് ചെയ്ത് തരും. അതിനിപ്പോൾ ഏത് വണ്ടി വാങ്ങിച്ചാലും എന്ത് വാങ്ങിച്ചാലും പുതിയ തരത്തില്ല ഗൈസ്. അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇവരുടെ പോളിസി. നമ്മൾ പലപ്പോഴും നമ്മളൊരു ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ പോലും ഈ പോളിസി എന്നുള്ള സാധനം നമ്മൾ വായിക്കാതെ ടിക്ക് ചെയ്തങ്ങ് വിടും. നമ്മളൊന്നും റീഡ് ചെയ്തില്ല. അപ്പം ഈ ആപ്പിൾ കെയർ എടുക്കുന്ന എല്ലാവരുടെയും ഒരു തെറ്റിദ്ധാരണയാണ്. ചിലർക്കൊക്കെ അറിയായിരിക്കും, പക്ഷേ എനിക്ക് സംബന്ധിച്ച് നമ്മളെ ഈ വാങ്ങുന്ന സ്ഥലത്ത് നിന്ന് ഇതിനെപ്പറ്റി ഒന്നും പറഞ്ഞു തരത്തില്ല. ഫോൺ പൊട്ടിയ പുതിയ ഫോൺ തരും, അതാണ് ആപ്പിൾ കെയർ, എടുത്താൽ മതി. കുഴപ്പമില്ല സാർ, നമ്മൾ പുതിയ സാധനം തരും, അണ്ടർ വാറന്റി ആണെങ്കിൽ. അതെ. എൻ്റെ കയ്യിൽ ഈ മാക്ബുക്ക് പ്രോ ഉണ്ടെന്ന് വയ്ക്കുക. അപ്പം ഞാൻ 3 വർഷത്തേക്ക് ആപ്പിൾ കെയർ എടുത്തിട്ടുണ്ട്. ഇത് ഫുൾ വാട്ടർ ഡാമേജ് ആയി, എൻ്റെ വെള്ളത്തിൽ വീണു, ഇത് മൊത്തം കംപ്ലൈൻ്റ് ആയി എന്ന് വിചാരിച്ചോ.
അപ്പൊ നമ്മൾ വിചാരിക്കും ആപ്പിൾ കെയർ ഉണ്ടല്ലോ, ഇത് കൊണ്ട് കൊടുത്താൽ നമ്മളെ കയ്യിൽ നിന്ന് 1 രൂപ പോലും ആവത്തില്ല. പക്ഷെ അവിടെയാണ് നിങ്ങൾക്ക് തെറ്റിയത്. നമ്മളെ കയ്യിൽ നിന്ന് പൈസയാവും, സർവീസ് ചാർജ് ആവും. അതായത് ഒരു വാട്ടർ ഡാമേജ് ആയിട്ട് ഫുള്ളി മദർ ബോർഡും എല്ലാം ഡിസ്പ്ലേ എല്ലാം പോയിന്ന് വെക്കുക, നമ്മളെ കയ്യിൽ നിന്ന് 25,000 രൂപ വരെ മാക്സിമം, ചിലപ്പോൾ അതിൽ കൂടാമോ എന്ന് എനിക്ക് അറിയത്തില്ല, എന്തായാലും 25,000 പ്ലസ് ടാക്സ് അല്ലെങ്കിൽ 8,000 ആ ഒരു റേഞ്ചിൽ. എത്രയാണെന്ന് എനിക്കും കറക്റ്റ് അറിയത്തില്ല. ഞാനിപ്പോൾ ജിമിനിയുടെ അടുത്തും ഗൂഗിളിലെ കുറേ സെർച്ച് ചെയ്തിട്ടുള്ളൊരു എമൗണ്ടാണ് പറയുന്നത്. ആ ഒരു എമൗണ്ട് നമ്മളെ കയ്യിൽ നിന്നാവും. ഇപ്പം ആപ്പിളിൻ്റെ 17 Pro Max താഴെ വീണ് പൊട്ടി, ഡിസ്പ്ലേ പോയി, വേറെ ഒന്നും കുഴപ്പമില്ല, ഡിസ്പ്ലേ പോയി. അപ്പം അത് മാറാനും നമ്മളെ കയ്യിൽ നിന്ന് 2,000 രൂപ തൊട്ട് 8,000 രൂപ വരെ സർവീസ് ചാർജ് ആകും, ആപ്പിൾ കെയർ ഉണ്ടെങ്കിലും. ലൈക്ക് നമ്മളെ വണ്ടിക്ക് ഇൻഷുറൻസ് ഉണ്ടല്ലോ, നമ്മളെ വണ്ടി ഇടിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഷോറൂമിലും ഈ ടൊയോട്ട ആണെങ്കിൽ 3,000 രൂപയും BYD ആണെങ്കിൽ 3,800 രൂപയാണ് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ പോലും സർവീസ് ഫീ ആയിട്ട് നമ്മുടെ ഷോറൂമിൽ കൊടുക്കേണ്ടത്. അതേ സംഗതി നമ്മൾ ആപ്പിളിനുണ്ട്. ഞാനത് ഇന്നാണ് അറിയുന്നത്. ഇപ്പൊ എന്റെ ഭാഗത്തുനിന്ന് പ്രശ്നമൊന്നുമില്ല, ഞാനും തള്ളിയിട്ട് പൊട്ടിച്ചതല്ലാന്ന് അവർക്ക് ബോധ്യപ്പെട്ടതുകൊണ്ട് എന്റെ നിന്ന് പൈസ വാങ്ങിച്ചു. ഒരു സ്ക്രാച്ച് പോലും ഇല്ല, അല്ല സ്ക്രാച്ച് ഉണ്ടായാലും കുഴപ്പമില്ല. ആ ഒരു ഡിസ്പ്ലേ പോയത് ഒന്നുമില്ല. അപ്പം ഡിസ്പ്ലേ പോയത് എന്റെ ഭാഗത്തുനിന്ന് തെറ്റാണെന്നുണ്ടെങ്കിൽ അവരെനിക്ക് സർവീസ് ചാർജ് ബില്ലായി തന്നേനെ. അപ്പം ആ ഒരു ഇത് എല്ലാവരും മൈൻഡിൽ വെക്കുക. ആപ്പിൾ കെയർ ഉണ്ട് എന്നും വെച്ചിട്ട് കെയർലെസ് ആയിട്ട് പൗച്ചൊന്നും ഇല്ലാണ്ട് യൂസ് ചെയ്യാം, എന്നിട്ട് ഒരു വർഷം കഴിഞ്ഞ് പൊട്ടിയാലും നമുക്ക് കൊണ്ട് കൊടുത്ത പുതിയ സാധനം കൈ കിട്ടും എന്നുള്ള തെറ്റിദ്ധാരണ മാറണം. എത്രയാണോ ഡാമേജ് വരുന്നത് അതിനനുസരിച്ച് അവർ സർവീസ് ഫീ വാങ്ങും. പിന്നെ ഗൈസ് നമ്മള് വീട്ടില് ഞാൻ പറയാം അതല്ല, അമ്പൂട്ടന് നമ്മൾ കുറച്ചേരം ഫ്രഷ് എയറൊക്കെ കൊള്ളട്ടെ എന്ന് പറഞ്ഞ് ഇറക്കും. ഈ ഉള്ള മുറ്റത്ത് നമുക്ക് ഇത്ര സ്ഥലമുള്ളൂ, അപ്പൊ ഉള്ള സ്ഥലത്ത് ഓടി നടക്കട്ടെ എന്ന് വിചാരിച്ചാ അവൻ നടക്കുവോ? അവ ഓടുവോ? അവരപ്പ ചെരുപ്പിട്ടോണ്ട് നടക്കണം. അത് നമ്മുടെ വീട്ടിൽ ഇങ്ങനെ ചെരുപ്പ് ഇവിടെ ഇങ്ങനെ കിടക്കും. ഇതുണ്ടെങ്കിൽ പോലും ഇതിനകത്ത് കൊള്ളാത്ത അത്രയും ചെരുപ്പുണ്ട്. നമ്മള് ചെരുപ്പ് എന്നാ ചോദിക്കും, ഞാൻ ഒരെണ്ണം തന്നെ യൂസ് ചെയ്യുന്നത്, അത് പൊട്ടണ്ടേ? എന്നാ നമ്മൾ പുതിയത് വാങ്ങുകയും ചെയ്യും. അങ്ങനെ ഇരുന്ന് ഇരിപ്പായി, അത് ഫുള്ള് സ്ഥലമില്ലാതായി, ബാക്കി ഇവിടെ ഒക്കെ കിടക്കുക, കുറച്ച് ബാക്കി കിടപ്പുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇന്ന് പുതിയ 2 ഷൂറാക്ക് വെച്ച്. പുതിയ 2 ഷൂറാക്ക്. ഒരെണ്ണം നമ്മൾ ഗൈസ് വെച്ചിരിക്കുന്നത് അടുക്കളയുടെ സൈഡിലാണ്. അപ്പം ഇനി നമ്മൾ എന്നും ഉപയോഗിക്കാത്ത ചെരുപ്പുകളൊക്കെ, ചിലപ്പോൾ നമ്മൾ കല്യാണത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ചില ഷൂസ് ഒക്കെ ഉണ്ട്. അപ്പം ഇവിടെ നമ്മൾ ഒരെണ്ണം ഫിറ്റ് ചെയ്ത് കേട്ടോ. ഇത് 1 2 3 4 5 എണ്ണം ഉണ്ട്. ഇത് പക്ഷെ തുരുമ്പിക്കൂല കേട്ടോ, ഇത് ഇങ്ങനെ ഇരുന്നോളൂ. അത്യാവശ്യം മഴ കൊള്ളാതിരുന്നാൽ മതി. എന്നുവെച്ചാൽ മറ്റേ എറിച്ചിലടിച്ചാൽ പോലും അല്ലല്ല, അങ്ങനെ തുരുമ്പിക്കുന്ന സാധനമല്ല. അവർ ഇതിനകത്തൊരു നല്ലൊരു കോട്ടിങ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇനി ഒന്ന് അപ്പുറത്ത് ആ ഒരു അത് ഒതുങ്ങി, നമുക്ക് അറിയുന്ന പോലും ഇല്ല കേട്ടോ. ഒതുങ്ങിയിരിക്കുന്ന കേട്ടോ. അതാണ്ട ഇവിടെയും വെച്ച് കേട്ടോ. ഏട്ടൻ ഒരു സമയത്ത് ക്രോക്സിന്റെ ചാർട്ട് വാങ്ങിക്കുമായിരുന്നു. അത് ഇത്രയുണ്ട് ഒരു സൈസ്. അത് ആ സാധനം 2 എണ്ണം വെക്കുമ്പോഴേ ആ ഒരു ഇതങ്ങ് നിറയും. ഇപ്പൊ അതുകൊണ്ട് വാങ്ങിപ്പില്ല. ഇപ്പൊ ക്രോക്സ് ഒറിജിനൽ ഇട്ടേ ഏതൊരു സാധനത്തിനാണെങ്കിലും അഡിഡാസ് ആണെങ്കിലും ഷൂസ് ആണെങ്കിലും നമ്മളിപ്പം പറയാം അത്രയും പൈസ സ്പെൻഡ് ചെയ്യാൻ വയ്യ, മറ്റേത് വാങ്ങാന്ന്. പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്ന നമ്മൾ ആ ഒരു ക്വാളിറ്റി നമ്മളത് ഇട്ടുകൊണ്ട് നടക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ. മറ്റേ സാധനം ചിലപ്പം ഒരു 5-6 മാസം കഴിയുമ്പോൾ അത് പൊട്ടിപ്പോകും. പക്ഷെ അഡിഡാസിന്റെ ആണെങ്കിലും ക്രോക്സിന്റെ ആണെങ്കിലും ഒരെണ്ണം നമ്മൾ ഒരു 3,000 രൂപ 2,000 രൂപ കൊടുത്ത് വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് വെർത്താണ്. അല്ലെങ്കിൽ ഓഫറിനൊക്കെ 1,500 കിട്ടും. ക്രോക്സിന്റെ ഈ സാധനം ഞാൻ വാങ്ങുന്നത് 1,500 രൂപയ്ക്ക് കൊണ്ടാണ്. ഇത് പൊട്ടി പോവാത്ത മാത്രമല്ല, ഇത് എത്ര നേരം വേണേലും ഇട്ടോണ്ട് നടക്കാം. നമ്മൾ കാലിനൊരു ഭയങ്കര സുഖം. അപ്പം ബ്രാൻഡഡ് സാധനം നമ്മൾ യൂസ് ചെയ്താൽ പിന്നെ നമ്മൾ അത് തന്നെ യൂസ് ചെയ്യും. പിന്നെ ഒരു 6 മാസം കൂടുമ്പം ഒരു 3-2 ചെരുപ്പ് വാങ്ങുന്നതിനെക്കാട്ട് നല്ലത് അത് ഒന്നിച്ച് സ്പെൻഡ് ചെയ്ത് നല്ലൊരു സാധനം വാങ്ങിച്ചിട്ട് നടക്കുന്നില്ലേ അല്ലെ? കുറെ നാളെ യൂസ് ചെയ്യാം. അപ്പൊ അഡിഡാസിന് തന്നെ എനിക്ക് ആൾക്കാർ കമ്പനി ചെയ്യുന്ന ആ ഷൂസ് ഒന്നും മാറ്റിക്കൂടെന്ന്. അത് പൊട്ടത്തില്ല, അത് എന്തൊക്കെ ചെയ്താലും പൊട്ടത്തില്ല. അങ്ങനത്തെ ഷൂസാ, കംഫോർട്ടുമാണ്, ഡാൻസ് കളിക്കാൻ കംഫോർട്ടാണ്, വെയിറ്റും കുറവാണ്. അത് ഇങ്ങനെ കിടന്നോളും, 3-4 കൊല്ലം കിടന്നോളും. അതാണ് ബ്രാൻഡഡ് സാധനങ്ങളുടെയും അല്ലാതെ ചാത്തൻ സാധനത്തിന്റെ ഒരു മെയിൻ കാര്യം. എന്റെ ചാത്തനാണെങ്കിലും പൊട്ടൂല, എന്റെ ചെരുപ്പൊന്നും പൊട്ടൂല കേട്ടാ, പൊട്ടത്തേ ഇല്ല. പൊട്ടിക്കട്ടെ, ഞാൻ വർക്കൗട്ട് ചെയ്യാൻ മേലോട്ട് പോവാട്ടോ, നടക്കാൻ പോകുന്നു. ഓടി എന്തോ അടി മൃദുലേ, കുറച്ച് ചെരുപ്പൊക്കെ കളയണം കേട്ടോടി. പിന്നെ നിങ്ങൾ വിചാരിക്കുമ്പോൾ ഇതൊക്കെ നമ്മുടെ റോഡ് സൈഡിൽ കിട്ടുന്ന 200 രൂപയുടെ 150 രൂപയുടെ ചെരുപ്പാ. നമ്മളെ ബ്രാൻഡഡ് ചെരുപ്പുകൾ കുറവാ. ഇത് എന്റെ ബ്രാൻഡഡ് ഷൂസാ. ഇത് നമ്മുടെ AMGയുടെ ഒരു സ്പെഷ്യൽ എഡിഷനാണ്. ക്രോക്സ് ഞാൻ വാങ്ങിച്ച പിന്നെ ഇതെടുത്തില്ല. പക്ഷെ എന്നാലും നല്ല സാധനം, ഭയങ്കര ലൈറ്റ് വെയിറ്റാ. അതെ, എന്റെ
ദൈവമേ എന്തോന്ന് ഗൈസ് ഇത്. അവ ഉണ്ടെങ്കിൽ നമ്മള് പെതുക്കിയ കാര്യം പറയൂലേ. നമ്മളെ തൊണ്ടയിൽ ഒരു പിടുത്തമാ കുഞ്ഞുറങ്ങുമ്പോ. അപ്പൊ നമ്മൾ ഇന്നൊരു 30 മിനിറ്റ് ഒരു 6 km/h വാക്ക് ചെയ്തു. ഒരു 10 മിനിറ്റ് 8 km/h റൺ ചെയ്തു. അപ്പോൾ ടോട്ടൽ കലോറി അറൗണ്ട് 200 അടുപ്പിച്ച് നമ്മൾ ഇന്ന് ബേൺ ചെയ്തു. ഉച്ചയ്ക്ക് നല്ല ഷാപ്പാടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഇന്ന് നൈറ്റ് ഇനി വേറെ ഒന്നുമില്ല. ഞാൻ രാവിലത്തെ ഓട്സ് കുറച്ചെടുത്ത് ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട്, എനിക്കത് മതി. നിങ്ങൾക്ക് കഞ്ഞിയും പേർ. അമ്പുക്കുട്ടി ദേ ഇവിടെ എണീറ്റിട്ടുണ്ട്. ഓ സ്മൈലൊക്കെ പൊട്ടി പുറപ്പെട്ടുന്നടേ. നിങ്ങളപ്പോ എന്ത് ചെയ്തു? ഞങ്ങള് തൂത്തുവാരി. ഏട്ടന് പഴം അരിഞ്ഞിട്ട് പഴം അരിഞ്ഞവിടെ ഞാൻ കന്നാലിയാ കാടിക്ക് പഴം അരിഞ്ഞിട്ടെന്നൊക്കെ പറഞ്ഞു. ഒന്നുകൂടെ തണുക്കാൻ വേണ്ടി പഴം അരിഞ്ഞിട്ട് പിന്നെ എന്തുവാ ഞങ്ങൾ കഞ്ഞിയും പയറും വെച്ച് കുറച്ച് പാത്രം തേച്ച് മഴക്കി. അപ്പോഴത്തേക്ക് അമ്പൂന് കുറച്ച് മക്കാനൊക്കെ കൊടുത്തു. അവിടെ മൊത്തം നിരത്തി വാരിയിട്ട്. മക്കാന ഭയങ്കര ഇഷ്ടം കേട്ടോ. വെള്ള മക്കാന, പ്ലെയിൻ മക്കാന. അത് വായിൽ ഉഴപ്പിട്ട് ഇറക്കും. മുടി വളർന്നപ്പോ ക്യാമറ ചവിടുന്ന മുടി വളർന്നപ്പോ ഷേപ്പേ മാറിയില്ലേ? മുടി ചുരുണ്ട്. മൃദുലയുടെ മുടിയാണ്ടാ തോന്നുന്നു കേട്ടോ. എന്റെ തോന്നുന്നല്ലേ ചുരുണ്ട മുടി, നല്ല ചുരുണ്ട മുടിയത്. അയ്യോ പിടിക്കല്ലേ, ഉരുവാവണ്ണ എങ്ങ പിടിക്കരുത്. എന്തുവാ എന്തുവാ അവൻ എന്തൊക്കെയോ പറയണമെന്നുണ്ട് കേട്ടോ, പക്ഷെ പറ്റാത്തതാ. ഗൈസ് നൈറ്റ് നമുക്ക് കഴിക്കാനായിട്ട് എന്താണ് അമ്പക്കുട്ടെ? ഓട്സ് വിത്ത് പീനട്ട്, എല്ലാവിധ വിത്ത് വകകളുമുണ്ട്. അമ്പുക്കുട്ടി ഇത് ഭയങ്കര ഇഷ്ടം കേട്ടോ. തലയെ കാട്ടുന്നുണ്ടോ? എങ്ങനെ ഉണ്ട്? ഓ സൂപ്പറാന്ന്. കുറച്ച് പഴം കൂടി അങ്ങോട്ട് ചെല്ലട്ടെ. പഴം മിക്കവാറും തിരിച്ചു തള്ളാനുള്ള ചാൻസ് ഉണ്ട്. ഇഷ്ടപ്പെട്ടോ? സ്ട്രോബെറി എല്ലാം ഇട്ടിട്ടുണ്ടോ? ബ്ലൂബെറി ഫ്രിഡ്ജിനോട് വെച്ചോണ്ട് പൊളി കേട്ടോ. അടിപൊളി. അവന് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അവന് രാവിലെ പഴം കൊടുത്തായിരുന്നു, മറ്റേതൊന്നും കൊടുക്കൂല, പഴം കൊടുക്കും. കഴിഞ്ഞ വീഡിയോയിൽ ആരോ ചോദിച്ചു കഴിച്ചു എന്റെ കൈ എന്തോ പറ്റിയത്. ഞാൻ ഇടയ്ക്കൊന്ന് വീണായിരുന്നു. അതിന്റെ ഇവിടെ വീണിട്ട് നമ്മുടെ ആ താക്കോലിന്റെ ആ ഒരു സാധനത്തിൽ കയറി മൊത്തം ഒരഞ്ഞ്. അപ്പൊ വെള്ളം കിടന്ന ഏത് നിറഞ്ഞില്ലേ. അപ്പൊ നീ മൂത്രമൊഴിച്ചിട്ട് പോയാണോ? ഞാൻ അവൻ കുപ്പിയിലെ വെള്ളം വെച്ച് കളിക്കുമല്ലോ, അങ്ങനെ തെന്നി വീണു. സമയദോഷമാ മൊത്തം. അതാ ഇവിടെ ഇങ്ങനെ സ്ക്രാച്ച് ആയിരിക്കുന്നു. ഇപ്പോഴാണ് ഉണങ്ങിയത്. പഴം കൊടു, പഴം പഴം. മൂക്കലിമ മാടിയില്ല, തണുത്ത പടവാ തിന്നുന്നത്. പിന്നെ ഗൈസ് എന്നോട് കുറെ പേര് മെസ്സേജ് അയച്ച് ചോദിച്ചായിരുന്നു, ഏട്ടൻ ഗിഫ്റ്റ് തന്നെ മേക്കാതെ അവിടെ പോയി പറ. ഒന്ന് കുത്തിയതാ അവക്ക്. 6 മാസം കഴിഞ്ഞിട്ടും അത് ഉണങ്ങിയില്ല. ഭയങ്കര എപ്പോ അവിടെ തൊട്ടാലും വേദന. ഈ ചിറകും കൂടെ കൂടെ താങ്ങുകയും ചെയ്യും. തല വെച്ചൊരു ഒറ്റ ഇടി ഇടിക്കും. ഇച്ചിരി കഴിയുമ്പോ അതിൽ നിന്ന് ചോര വരും. എങ്ങനെയാണോ എന്തോ അത് അവിടെ കറക്റ്റ് ഞരമ്പി കുത്താതെ കറക്റ്റ് ആയിട്ട് ഇങ്ങനെ കുത്തണമായിരിക്കുവോ? ഇനി എവിടെങ്കിലും തട്ടാൻ എടുത്തോണ്ട് കുത്തണം. ഞാൻ ജസ്റ്റ് ഒന്ന് ഊരി പിറ്റേന്നായപ്പോഴത്തേക്ക് അത് അടഞ്ഞു. അതിനങ്ങ് സന്തോഷമായിട്ടിരിക്കുവായിരുന്നു അതങ്ങ് അടയാൻ. ഹോളുള്ളതിന്റെ ഒരു അടയാളം പോലും ഇല്ല, മൊത്തത്തിൽ അങ്ങ് അടഞ്ഞു. അവിടെ ഒരു കട്ടിയും കൂടാ. ഇതിപ്പൊ തൊടുമ്പോഴല്ലേ നീ വേണിക്കുന്നു. അമ്മയും മോനും വഴക്കൂടി കേട്ടോ, പിണങ്ങി. ഒരു 5 സെക്കൻഡ് അല്ല ഒരു 10 സെക്കൻഡ്. ഭയങ്കര രസമായിരുന്നു. അവിടെ ഇരുന്നിട്ട് അമ്പു മൃദുല അടിക്കുന്നു, മൃദുല ഞാൻ ചെവി വെച്ചോണ്ടിരിക്കുക. ഇത് എന്തുവാ അലപ്പ് രണ്ടെണ്ണം കൂടി. എവളില്ല ഭയങ്കര രണ്ടുപേരും അടി. എവളെ അടിച്ചില്ല, അവ അടിക്കുവാ. എവളെന്തെങ്കിലും പറഞ്ഞ അപ്പ അടിക്കുവാ. സമ്മതിക്കുന്നില്ല. എഡിറ്റും കൂടെ ചെയ്യാൻ റൂമിൽ കയറി വന്നേ. അങ്ങനെ പിള്ളേരെ മുന്നിൽ വെച്ച് നമ്മള് റൂമിൽ കയറി കഥ അടച്ചൂടാ. ഇതെനിക്ക് എഡിറ്റ് ചെയ്യാൻ സമ്മതിക്കുന്നില്ല. അടി മുഖത്തിട്ട് അടിയാ. അവന് കളിക്കാൻ ഞാൻ അതെല്ലാം എടുത്തു വെച്ചു കൊടുത്തു. അവന് കളിക്കണ്ട. ഒന്നും ഞാൻ എടുത്തു വെച്ചോണ്ടിരിക്കണം, അല്ലെങ്കിൽ അവന് കാർട്ടൂൺ കാണും. എന്ത് കൊടുത്തേക്കാടാ നീ? അങ്ങനെ പിണങ്ങി രണ്ടുപേരും. ഇപ്പൊ ഞാൻ എടുത്തോണ്ട് വന്നിട്ട് ഞാൻ പറഞ്ഞു നിങ്ങൾ സോൾവ് ആക്കി. സെക്കൻഡുകൾ കൊണ്ടുവരും മിണ്ടി ഗൈസ്.
അമ്പൂട്ട ഇനി അടിക്കോ? നിനക്ക് നാണമുണ്ടോ? നീ മിണ്ടരുത്. നിന്റെ അമ്മ പിണങ്ങി പോയത്. അമ്മ അടിക്കോ? ചെറിയ കഴിക്കുകയാണെങ്കിലേ അമ്പുവിന്റെ അടി ഭയങ്കര നോക്കുക. അമ്പു തളത്തിട്ട് അടിക്കുന്നു. ഇങ്ങനെ അടിക്കും, വീശി അടിക്കും അമ്പു. അടി കടി തൊഴി. കുഞ്ഞുങ്ങളെ ഇത്തിരി കൂടി ഒന്ന് അറിയാറായല്ലേ അവർക്ക് പറയുന്ന കാര്യം മനസ്സിലാകോ? ഇപ്പൊ ഒന്നും മനസ്സിലാകത്തില്ലല്ലോ. എനിക്കറിയാം. പിന്നെ പലരും കമന്റ് ഇട്ടായിരുന്നു നമ്മളെ അടിക്കുമ്പോ ചിരിക്കുന്നോണ്ടായിരിക്കും മേ ബി അടിക്കുന്നതെന്ന്. ചിലപ്പോൾ പറയാൻ പറ്റില്ല. നമ്മളിപ്പം ചിരിക്കാറില്ല കേട്ടോ. ഇപ്പൊ നമ്മള് ചിരിക്കാറേ ഇല്ല. ചിരി നിർത്തിയാൽ ഉണ്ടല്ലോ നിന്നെ ചിരിയും കളിയും മാത്രം മടിയോ നീ ഇടയ്ക്ക് എന്തിനാ ഈ കടയിനെ നീ ചിരിയും കളിയും മാത്രം പോടെ ചിരി കളിയും മാത്രം പോടെ. അപ്പൊ അത്രയുള്ള ഗൈസ്, ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. സോ എല്ലാവരും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അല്ലേ അപ്പുകുട്ടി? ഇതൊക്കെ മാടി നമ്മള് പുതിയ പുതിയ ചലഞ്ച് വീഡിയോസ് ഒക്കെ ആയിട്ട് വിടും. ബൈ ഗൈസ്, ഐ ലവ് യു.